അപ്പൊ ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? അങ്ങനെ ആളൊരു മുരടനായി ഞങ്ങൾ എന്ത് വേണം? പോയി ചാവണോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? അമ്പരാക്കന്മാരെ വഴിയിൽ തടഞ്ഞു നിർത്താൻ മാത്രം നീയൊക്കെ ആയോ? നിങ്ങൾ ആരാ? എന്നെ തലവരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ആളൊരു ശൂരനാന്ന് കേട്ട്. ആയിക്കോട്ടെ, പക്ഷേ വകതിരിവ് വേണം. ജനങ്ങളാണ് വലുത്. പ്ലീസ്. മുതലാളി ഒരുപക്ഷെ ഈ നാട്ടിലെ വലിയ പുള്ളിയായിരിക്കും എന്ന് വെച്ച് അതെങ്ങാനും എടുത്ത് യൂണിഫോമിൽ തൊട്ടാലുണ്ടല്ലോ, വേഷം കൊണ്ട് ഞാനൊരു ഇൻസ്പെക്ടറാ, പക്ഷെ ദേഷ്യമെന്ന തനി ഐജിയാ. ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനല്? അതീ കാര്യമില്ല. പനിനീർ പൂവ് കണ്ടാ തോന്നുമോ അതിന്റെ അടിയിൽ കൂർത്ത മുള്ളുകളുണ്ടെന്ന്? സൗകര്യമല്ല പറയാൻ. പറ്റില്ലെന്നോ? എന്റെ മുമ്പിൽ അധികാരം. എന്തിലും സംയമനം പാലിക്കുന്ന താനാണോ ഇത്? എന്തു പറ്റിയടോ തനിക്ക്? ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. അങ്കിൾ വേണ ഒരു കേസ് ചാർജ് ചെയ്ത് 1-2 ആഴ്ചത്തേക്ക് പിന്നെ ലോക്കപ്പിൽ ഉരുട്ടിക്കോ. ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ആശ്വാസം. അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. ഒരു സ്റ്റാൻഡേർഡില്ല.